ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് CMF ബൈ നത്തിങ് വാച്ച് പ്രോ ആണ്. നമ്മളിത് വാങ്ങിയിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ബോക്സ് ഡെലിവറി ചെയ്തിട്ടേ ഉള്ളൂ. നമുക്കിത് അൺബോക്സ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ മേലെ ഇപ്പം കൊടുത്തിട്ടുള്ളത് മെയ്ഡ് ഇൻ ചൈന, അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത്, ഒരു ചെറിയൊരു ബോക്സ്, വേറെ തന്നെ ഒരു വെറൈറ്റി ബോക്സാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ വാച്ചുമാരിയല്ല, വേറെ തന്നെ ഒരു വെറൈറ്റിയാണ് നമ്മുടെ CMF ബൈ നത്തിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏതായാലും പൊളിച്ച് നോക്കാം. നമുക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റിക്കർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, പശയുണ്ട്, നമുക്ക് പറിച്ചെടുക്കാം. പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു സ്ട്രാപ്പ്, വാച്ച്, പിന്നെ കേബിളാണെന്നു. പിന്നെ ഈ സൈഡിൽ നമ്മുടെ QR കോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാമാണ് എവിടെയാണെന്നുള്ളത് എന്നൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ സ്മാർട്ട് വാച്ച് നമുക്ക് നോക്കാം. ഇത് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചാർജറാണ്, ചാർജർ കേബിളാണ് വന്നിരിക്കുന്നത്. ഒരു ചാർജർ കേബിളുണ്ട്, പിന്നെ അതിന് വേണ്ടുന്ന ഒരു സ്ട്രാപ്പും എക്സ്ട്രാ സ്ട്രാപ്പൊന്നും കൊടുത്തിട്ടില്ല, ആകെ ഒരു സ്ട്രാപ്പാണെന്നുള്ള നല്ല ഫിനിഷിങ് മെറ്റീരിയലാണ് നമ്മുടെ സ്ട്രാപ്പ്. പിന്നെ വരുന്നത് നമ്മളെ വാച്ച്. ഇതൊക്കെയാണ് നമ്മളെ ബോക്സിലുള്ളത്. ഇത് ഓണായ ഉടനെ ആദ്യം തന്നെ നമ്മുടെ ലാംഗ്വേജ് സെലക്ഷനാന്ന് പറഞ്ഞിട്ടുള്ള കുറേ ലാംഗ്വേജസ് ഉണ്ട്. ഇതിനകത്ത് നമ്മുടെ ഇംഗ്ലീഷ് എവിടെയാണെന്ന് തപ്പിയിട്ട് കാണുന്നില്ല. മേലോട്ടായിരിക്കും ചൈനീസ്, ജപ്പാനീസ്, അങ്ങനെ ഏതെല്ലാനോ ഭാഷ കാണുന്നുണ്ട്. വായിക്കാൻ പറ്റാത്ത ഏതെല്ലാനോ ലാംഗ്വേജ് എല്ലാം കാണുന്നുണ്ട്. ഫ്രഞ്ച്, ഡച്ച്, ഇംഗ്ലീഷ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇനി ഇത് വെച്ചിട്ട് നമ്മൾ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ഒന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ആ മൊബൈലിൽ ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനൊന്ന് പെയർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് വേറെ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ ഇത് കണക്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ലോഗിനായി നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാൻ പറ്റും. അതിനകത്ത് ഫോൺ കോൾ, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇതെല്ലാം ലിങ്കായി വന്നിട്ടുണ്ട്. നമ്മളെ ടെമ്പറേച്ചറും അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ എന്തെല്ലാം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. അതെല്ലാമാണ് ഇപ്പം കാണുന്നത്. ഇത് നത്തിങ്ങിന് വാച്ചിന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 1.96 AMOLED ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ബ്ലൂടൂത്ത്, AI നോയ്സ് റിഡക്ഷൻ ഉണ്ട്. പിന്നെ 110 സ്പോർട്സ് മോഡ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഉണ്ട്, SpO2 ഉണ്ട്. പിന്നെ സ്ലീപ്പ് മോണിറ്ററിങ്, സ്ട്രെസ് മോണിറ്ററിങ്, അങ്ങനെ 30 days ബാറ്ററി ലൈഫ് കിട്ടുമെന്ന് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് ഏതായാലും ഇത് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് എത്ര ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടെന്നും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നെ കോൾ ചെയ്യുക, അതൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ചാർജിങ് കേബിൾ വരുന്നത്. ചാർജിങ് കേബിൾ, പിന്നെ അതിൻ്റെ അകത്തൊരു ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഏതെല്ലാം ചൈനീസ് ഭാഷയിലെല്ലാം കൊടുത്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ആവശ്യമില്ല. നമുക്ക് നമ്മളെ ചാർജിങ് കേബിൾ നോക്കാം. ഒരു വെറൈറ്റി ചാർജിങ് കേബിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പുള്ള ഒരു ഇതാണ്. അതിൻ്റെ അടിയിൽ കണക്ട് ചെയ്ത് കൊടുക്കുകയോ വേണ്ടു. ചെറിയൊരു ചാർജിങ് കേബിളാണ് ഇതിൻ്റെത്, വലിയതൊന്നുമില്ല. പിന്നെ സ്ട്രാപ്പ് നല്ല അടിപൊളി സ്ട്രാപ്പ് തന്നെയാണ്, നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇനി സ്ട്രാപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഇതെവിടെ കണക്ട് ചെയ്യേണ്ടതെന്ന്, ഈ കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു കഷ്ടപ്പാട് കാണുന്നുണ്ട്. നമുക്ക് കയറുന്നില്ല, ഇതെങ്ങനെയാണ് കയറ്റേണ്ടതെന്ന് അറിയില്ല. അമർന്നിട്ട് വരുന്നുമില്ല. നോക്കട്ടെ, കേബിൾ കയറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണി കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇല്ല, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് കയറ്റില്ലാന്ന്. അത് ആയാലും ചെറുങ്ങനെ ഒരു കഷ്ടപ്പാടുണ്ട്. സ്ട്രാപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ല. അത് ഇടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് അപ്പുറത്ത് ഇട്ടത്. ഇതുകൂടാണ് അത് ഈ ഒരു ഇത് അമർത്തിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. എന്തായാലും അത് കുറച്ചൊരു കഷ്ടപ്പാടാണ്. അതും കൂടി നന്നാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഒരു ഇതായിരുന്നു. എന്തായാലും ബാക്കിയെല്ലാം നല്ല തന്നെ. ഇനി ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, ഇതിപ്പം ഓപ്പൺ ആക്കിയിട്ട് മാത്രമേ ഉള്ളൂ. വേറെ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എന്താണെന്നൊന്നും അറിയില്ല. നമുക്കേതായാലും ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത് കാണാനും ലുക്ക് വൈസും ഇതൊക്കെ വളരെ നല്ലത് തന്നെയാണ്. ഇത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പറയാവുന്നത്. അതുവരേക്കും എല്ലാവർക്കും ബൈ.